ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാനും കേൾക്കാനും ഇടയായ ഒരു വലിയ ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചതായി സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 10-ാം തിരുവചനം ഇപ്രകാരമാണ്: എന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കുവാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. സഹോദരങ്ങളെ, ഇന്നും ഈശോയുടെ വചനങ്ങൾ കേൾക്കുവാനും ആ വചനത്തിലൂടെ ലഭിക്കുന്ന സൗഖ്യവും സമാധാനവും രക്ഷയും അനുഭവിക്കുന്നതിനും നിരവധി അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ദൈവവചനം സ്വീകരിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ ദാഹം നമ്മളുണ്ടോ? ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്ന് അതിന്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഈശോ നമ്മെ സ്പർശിക്കുകയും നമ്മൾ ആത്മാവിനും ശരീരത്തിലും സൗഖ്യമുള്ളവരാവുകയും ചെയ്യും. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്നും വചനത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം വർദ്ധിപ്പിക്കണമേ എന്നും പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.